ഹായ്. ആ ഉപ്പേരി. അതെ, പിന്നെ ഉപ്പേരി ഇന്ന് വേണമെങ്കിൽ ഉപ്പേരി വെക്കാം. അതാണ്ട് നമ്മൾ എത്ര വരെ കിട്ടിയ ചക്കയുടെ മുത്തശ്ശി സൂക്ഷിച്ചു വെച്ചാൽ പെങ്ങളും ഒന്നല്ലേ. രണ്ടാമത് നമ്മളെ വീഡിയോ നല്ല ഇഷ്ടമായിരുന്നു അത്ര. അപ്പൊ അതില് എന്തായാലും അതിലെല്ലാരും നമ്മളെ വീഡിയോ കണ്ടിട്ട് ചേച്ചീനെയും അളിയനെയൊക്കെ കണ്ടിട്ട് കുറെ ആൾക്കാർ അവരെ നാട്ടിലുള്ളവരൊക്കെ ചോദിക്കുന്നുണ്ട് ഇത്ര മുത്തശ്ശിയുടെ ആരാ നിങ്ങളെന്നൊക്കെ ചോദിച്ചു. അറിയാത്തവർ ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ. അപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ എന്തായാലും ഗുരുവായൂർ വേണ്ടി തൊഴാൻ വന്ന. അപ്പൊ ഇവിടെയും കൂടി വന്ന് 2 ദിവസം ഇവിടെ നിക്കാൻ വിചാരിച്ചിട്ട് വന്നത്. അതെ അതെ, വെല്ലിച്ചനൊന്നും മിണ്ടില്ല, പറഞ്ഞു. അതെ, അതായത് നമ്മളെ ഡിപ്പാർട്ട്മെന്റ് പല ഉദ്യോഗസ്ഥരും എന്റെ കൂടെ റിട്ടയർഡ് ആയ പല ആളും ചോദിക്കലുണ്ട്. അവര് കിടലും മുത്തശ്ശി കാണലുണ്ട്. അപ്പൊ നമ്മോട് ഇനിയും പോയിട്ട് ഉണ്ടാക്കണം ഇവിടെ വന്നിട്ട് എടുക്കാന്നൊക്കെ പറയലുണ്ട്. അതാണ്. ശരി, ഓക്കെ ഓക്കെ. എന്നാ പണി തുടങ്ങുക, ചക്കപ്പണിയിലേക്ക്. കുഞ്ഞാവേനെ അങ്ങോട്ട് വരാതിരിക്കാൻ എന്തായാലും വഴി അംഗൻവാടി പോയിട്ടില്ലേ. അവരെ കളിയില് മുടങ്ങും. ആ ശരിയാ. ആ അതെ 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 അതെ. പിന്നെ അവരുടെ കൂട്ടത്തില് കൂടാൻ കുറച്ച് ബുദ്ധിമുട്ട്. അവർ രണ്ടാളും ഒരേ പ്രായമാണല്ലോ. അതെ അതെ. അവിടെ അച്ഛനെ വെട്ട് അമ്മേ. ചക്ക വെട്ടാണ്. ആ എല്ലാരും കണ്ടോളി. കണ്ടോളി. അതെ 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 അതെ. ആ ഇതേ കൂട്ടാന് പറ്റില്ലല്ലോ. ഇത് ഉപ്പേരിക്കല്ലേ പറ്റുള്ളൂ. ഉപ്പേരി ഉണ്ടാക്കുക. ഇത് ഉപ്പേരി ഉണ്ടാക്ക. ഒരു മുറി അച്ചോൾ. ഇപ്പത്തെ ചൂടിനെ പറ്റി എന്താ അഭിപ്രായം? നല്ലോണ്ടോ? അതെ അതെ, ചൂടൂര് വരും. ആ അതെ അതെ അതെ. പണ്ട് ഞാൻ ദേഹണ്ണത്തിന് പരിചരണയായിട്ട് പോയിട്ട് പണ്ട് ദേഹണ്ണക്കാരന്റെ കൂടെ പരിചരണയായിട്ട് പോകും. അത് കൂട്ടാൻ മുറിക്കല്, ചക്ക മുറിക്കല്, ഉപ്പേരിക്ക് മുറിക്കല് ഒക്കെ ആയിരുന്നു പണി. ഇനി അന്ന് അത്യാവശ്യം അടുക്കള പണി. അതെ, റിട്ടയർഡ് ലൈഫിലും കുക്കിംഗ് എൻജോയ് ചെയ്യാണ് വല്യച്ഛൻ. അതായത് റിട്ടയർഡ് ആയ അതെ 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 അതെ. പിന്നെ വീട്ടിലെത്തിയ രാത്രി രാഷ്ട്രം മുറിക്കാനൊക്കെ ചെയ്യാൻ സഹായിക്കും. അങ്ങനെയൊക്കെയാണ്. ഇതൊരു ജോലി ലൈഫാണ്. അതെ അതെ. അടുത്ത ചക്ക കൊണ്ടുവരുന്നുണ്ട്. ആ അടുത്ത ചക്ക. ആളുണ്ട്. ചക്ക പായസം. ചക്ക വരട്ടിയത്. അതെ അതെ. നമുക്ക് ഉപ്പേരി വെക്കാൻ പറ്റൂലേ? അതാ വിചാരിച്ചത്. ഷോക്കെ പഴുത്തതോ. ഇത് പച്ച മൂക്കാത്തതാ. കുഞ്ഞാവേ വേന്നത് കൊത്തിക്കോളേ. അമ്മ മറ്റെങ്ങനെ നീലശ്ശേരത്ത് ഉണ്ടാക്കണ അങ്ങനത്തെ അതെങ്ങനത്തെ ഉപ്പേരിയ? കൊത്തിയിട്ടെല്ലാം. അത് ചെറിയ ഇത് ആയാണെങ്കിൽ വെളിച്ചെണ്ണ വേണം, അല്ലെ കൈക്ക് തേക്കാം, ഇല്ലെങ്കിൽ വെളിഞ്ഞറ് പറ്റും. അതെ അതെ. മുളഞ്ഞ അവിടെയോ? വെളിഞ്ഞീറ്. ആ ഉദ്ദേശിക്കും.
ആ അതിന്റെ വെള്ളം ദാ കുഞ്ഞാവയുടെ കുട്ടുവേട്ടൻ. താടി എല്ലാവർക്കും ഉണ്ട്. താടി വെച്ചത് എന്ത് വണ്ടി ഇപ്പോളോ രാത്രി ആയതുകൊണ്ട് തണുപ്പ് കയറിയതാ. ഇന്നെന്തായിരുന്നു ഉപ്മാവ്? ഉപ്മാവ് ദോശ ദോശക്ക് എന്റെ സ്പെഷ്യൽ വെള്ളപ്പയർ മസാല കറി. വെള്ളപ്പാറല്ല വെള്ളപ്പാറല്ലോ അത് വെള്ളപ്പാറല്ല. വെള്ളപ്പയർ ഇവിടെ പറയലേ ഇതിനെ മമ്പയറ്. എന്നാ അതിവിടെ ഇല്ല. ഇവിടെ അമ്മേ ഇവിടെ ഇതിന് വെള്ളപ്പയർ എന്നല്ലേ പറയല്? ആ വെള്ള കളർ ശരിക്കും വെള്ള കളർ വെള്ളപ്പയർ പറയല്. ആ എന്നാ അതിവിടെ ഇല്ല വെള്ള കളറുള്ളത്. നല്ല വെള്ളം. ഓ കുഞ്ഞാവിൻ പണിയെടുക്കുക. അമ്മേ വേഗം വേഗം. അപ്പൊ ചക്ക മുറിച്ചു. ഒരു മുറി പോരെ ഉപ്പേരിക്ക്? ആ മുറിയോ? ഒരു സംശയമുണ്ട്. അങ്ങനെ ഊക്കില വെട്ടണം. അപ്പൊ എല്ലാവരുടെ കയ്യില് ഓരോരോ ചക്ക പീസുകൾ ഉണ്ട്. അത് അയാളുടെ കത്തിയാണേ, ഗാർഡന്റെ. അതും കൊണ്ടാ അമ്മാക്കണത്. അത് ഒരു സാധനം മുറിയില്ല. ഒട്ടുമായിട്ടില്ല. ഇങ്ങനെയാണ് എടുക്കാൻ. പേര് കഴിക്കാൻ മാത്രല്ല എല്ലാം അറിയാം. കുറച്ചൊക്കെ കൂടുതൽ അറിയുന്നവരുണ്ടെങ്കിൽ അത് മോശമല്ലേ? അതൊരു വിടുവായി പറയുന്നത് വിചാരിക്കൂലേ? ഗുരുവായൂർ 2 ദിവസം 3 ദിവസമായി ക്യാമ്പ് 2-3 ദിവസം നമ്മുടെ ഗുരുവായൂർ അമ്മാവനുണ്ടായിരുന്നു. കത്തി വെച്ച് പറഞ്ഞു മരുമകളമ്മ അതുപോലെ അമ്മേന്റെ അമ്മാവരും അമ്മായും ഡോക്ടർ നമ്പൂതിരി. ഞാൻ വന്ന് പോയ അവിടെ നമ്മൾ താമസം ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കാറില്ലെങ്കിൽ അമ്പലത്തിലെ ഭക്ഷണമാണ്. കണക്കിയ കടയില് സമൂഹ മഠത്തില് സുഖ സുന്ദരമായ സാപ്പാട് കഴിച്ച ബുദ്ധിമുട്ടി അവര് അവരെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യത്തിൽ നമ്മൾ ആരും കഴിക്കണം. അപ്പൊ രാവിലെയോ ഹോട്ടലിന്? പൂരി ആ നമുക്ക് ഹോട്ടലിൽ കഴിച്ച് പഠിച്ചു. ഉച്ചക്ക് സമൂഹ മഠം, പിന്നെ വൈകിട്ട് ഇതുപോലെ പലഹാരം കഴിക്കും. പൂരിയോ ചപ്പാത്തിയോ ഹോട്ടലിൽ തന്നെ. ആ ഇന്നലെ പുട്ട് കഴിച്ചു രാവിലെ. അവിടെ ക്യൂന്ന് ഒരു ദിവസം ഇവിടെ ഏകാദശി ആയിരുന്നു ഗുരുവായൂര്. അന്ന് നമ്മള് ഭക്ഷണം കഴിക്കാൻ പോയി. അവിടെ ഉപ്പമാവായിരുന്നു. അതും കുഴപ്പമില്ല. അവിടെ തീർന്നു പോയി. തിരിച്ചു നേരെ കഴിക്കാറില്ല. ഹോട്ടലിൽ പോയി നല്ല മസാല ദോശയിൽ അടിച്ചു വരും. അപ്പൊ ഗുരുവായൂർ എത്ര ദിവസം ഉണ്ടായി രണ്ടാളും? ഗുരുവായൂർ ചൊവ്വാഴ്ച വൈകുന്നേരം അവരുടെ രാവിലെ തന്നെ അവരുടെ ഇല്ലത്തേക്ക് പോയി. ചൊവ്വാഴ്ച അവിടെ നിന്നു. ബുധനാഴ്ച അവിടെ വ്യാഴവും വ്യാഴാഴ്ച എങ്ങനെ കുരു എടുക്കില്ലേ ഇതിന്? കുരു എടുക്കണോ? ൂത്തില്ലല്ലോ. ഇതും പെട്രോൾ കഴിക്കാം. അത് 20 രൂപ. അത് വേണ്ട കേട്ടോ. അപ്പുറത്തേക്കോണോ? അല്ല എന്നാലും ഉണ്ടാവും. ഒരു മുറി പോരെ? ഒരു ചൊളയൂടെ തറച്ചിട്ട് തറച്ച് മുറിച്ച് വെക്കുക. ഇതിന് നല്ല വറവാക്കിയാല് നല്ല ടേസ്റ്റ് ആയിരിക്കും. ചക്കയും കഞ്ഞിയും. ചക്കപ്പുഴുക്ക്. ചക്കപ്പുഴുക്ക് ഇത് പുഴുക്കാക്കാൻ പറ്റൂല. അതിന്റെ കുരുവാണ് ഇതിന്റെ. കൂട്ടില്ല. തറച്ചിടാം. ഇത് അത്ര അതില് അത്ര പ്രായം അവിടെ ഉള്ളൂ ഇളയതാ. അതെ അല്ലേ ചേട്ടാ? ചേട്ടാ ഈ കത്തി മൊത്തം മുളഞ്ഞ് കളയാൻ ഒരു കത്തി എടുത്തു. ആ എടുത്തു. പ്ലാസ്റ്റിക്കിന്റെ തന്നില്ലേ കവറ്? അച്ചോൾപ്പ ചക്ക ഇത്തവണത്തെ ചക്ക കഴിച്ചോ? പഴുത്ത കഴിച്ചു.
ഉപ്പേരി കണ്ടൽ. ആ അതിന്റെ ഉപ്പേരി കഴിച്ച്. കേട്ടോ പറയാം. ആ ഈ ഉപ്പേരി കഴിച്ചോ? കഴിച്ചിട്ടില്ല, ഈ വർഷത്തെ കഴിച്ചിട്ടില്ല. പിന്നെ അതെ, പിന്നെ ചക്ക എന്താ മുത്തശ്ശി എന്താ പറഞ്ഞേ? പഴുത്തതൊക്കെ മുറിക്കണ ചോദിക്കുക അച്ഛൻ. ഏതായാലും മുറിച്ചോളൂ. പഴുത്തത് കഴിക്കാൻ പാടില്ല പറയാ. മുത്തശ്ശിയാണല്ലേ മുറിക്കാൻ മുത്തശ്ശിയാ. അതെ പച്ചച്ചക്ക നമ്മള് മുറിക്കാൻ മടിയായതുകൊണ്ട് പറയുന്നതാണ്. അല്ലാതെ കൊത്തി കഷ്ണാക്കണ്ടേ. അതെ അത് വീണാവുന്നുണ്ട് അല്ലേ അമ്മേ? അല്ല നല്ലതുണ്ട് കേട്ടോ വേറെ അപ്പുറത്ത്. പിന്നെ അവിടുന്ന് കൊണ്ടുവന്നു. മുറിയും മറ്റേ അരുവ പോലെ. അതെ. അച്ചോൾ ഈ വർഷത്തെ ചക്ക എരിശ്ശേരി കഴിച്ചോ? എരിശ്ശേരി കഴിച്ചു. ചക്ക പുഴുക്ക് പോലെ. തിരുവനന്തപുരം പോയിട്ടാകുമ്പോ ആ എരിശ്ശേരി. ആ ആ ആ ആ ഇതേത് ചാവഞ്ചൊക്കെ അറിയോ? ഇല്ല. എത്ര കൊല്ലം കൊണ്ട് കായ്ക്കണില്ല. ആ ആ അമ്മാൻ വെച്ചതാ. തേൻ വരിക്കേ. അതന്നെ കുഞ്ഞാക്ക് ഇഷ്ടല്ല. നല്ല മധുരം പറഞ്ഞു. അതെ. അപ്പൊ ഞാൻ അച്ഛ ഒന്നും കൂടെ കൊണ്ടു ഒരു കഷ്ണം നോക്കട്ടെ. തക്ക ഇഷ്ടമല്ല. അച്ഛ ഒരു കഷ്ണം ഇങ്ങോട്ട് കൊരൂ നോക്കട്ടെ. തക്ക ഇഷ്ടമല്ല. അച്ഛ നോക്കട്ടെ. കഴിച്ചെണ്ണ നോക്കാമേ. ഒന്ന് ഇതാക്കി തിരക്കി വീഡിയോയിൽ ഇങ്ങനെ കാണിക്കാനാണ്. ഇത് നല്ല രസമുണ്ട് കേട്ടോ സാധനം പിടിച്ചു നിന്നിട്ട്. പുറത്ത് കാണുമ്പോ കഴിക്കാൻ തോന്നും. ആ അതെ ഇത് കൊള്ളാട്ടോ നല്ല തേൻ വരിക്കേ. പുറത്ത് കാണാനൊരു ഭംഗിയില്ല. ഇത് പുറത്ത് കാണാത്ത ഉള്ളിൽ നല്ലതാവും. അമ്മായി പറഞ്ഞു നല്ല മധുരം. തേൻ വരിക്കാന്ന് തോന്നുന്നില്ല. അത് തേൻ വരിക്കന്നെ. തേൻ ഒഴിച്ച് വരിക്കാം. അത് തേൻ വരിക്കാം. തേൻ ഒഴിച്ചാൽ ഇത്രക്കൊക്കെ മൂർച്ചുണ്ടാവും പക്ഷേ ആ കത്തി. കത്തി സൂപ്പർ കത്തി. എനിക്കൊരു കത്തി കൂടി വാങ്ങണം. മുത്തശ്ശിന്റെ കത്തിയാണ്. മുത്തശ്ശി കത്തി എത്ര മുത്തശ്ശി? എല്ലാരും ഇന്നലെ മുത്തശ്ശിന്റെ മരുവൻ പറയാണ് മുത്തശ്ശി കത്തിയാണെന്ന്. എന്താ മുത്തശ്ശി അതിനോടുള്ള അഭിപ്രായം പറയൂ. വേണമെങ്കിൽ പറയാം. മുത്തശ്ശിക്ക് ഒന്നും അതാണ് ഇതിന്റെ ശരി. അതെ പറഞ്ഞോളൂ. അതെന്തായാലും കേട്ടേ ഒക്കുള്ളൂ. അതെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. ആ പറഞ്ഞോളൂ. അതല്ല അതിന്റെ കാരണം അങ്ങനെ ഈ രീതിയിലാക്കുക. അതായത് ഇപ്പൊ മുത്തശ്ശി പറഞ്ഞ പൂരൊക്കെ ആവാറായി എന്നല്ലേ അമ്മേ? പൂരത്തിന്റെ വെടി പോലെ തോന്നുന്നു. അതെ. ഇപ്പൊ അമ്പലത്തിന്ന് നമുക്ക് തിരുമാന്താകുന്ന അമ്പലത്തില് വെടി പൊട്ടുമ്പോ നമുക്ക് ഇങ്ങോട്ട് കേക്കാട്ടോ. അടുത്താണ്, അധികം ദൂരൊന്നും ഇല്ല. അപ്പൊ അതിന്റെ ഓർമ്മ വന്നു പറയാ. എന്തായാലും പൂരം ആവാറായില്ലോ. ഏപ്രിൽ 3 വാ ഒരു ഓറഞ്ച് കളറിലെ മുത്തശ്ശി മധുരണ്ടോ? എന്നാ ഒന്ന് വയ്ക്കൂ. മുത്തശ്ശിയുടെ വകി ആയിക്കോട്ടെ. ഒരു കളഞ്ഞു തരണോ? ആ എന്നാലേക്ക് കഴിക്കാൻ എളുപ്പം. ഓ താങ്ക് യു മുത്തശ്ശി. അടുത്ത മുത്തശ്ശിയുടെ വക. ചക്കട ആളാണ്. ഒരു അതുണ്ട് കേട്ടോ. എല്ലാവർക്കും ഓരോ സോളായിക്കോട്ടെ. ആദ്യം പ്രസാദം പോലെ കഴിക്കാം. പിന്നെ ആദ്യം കഴിക്കാം. നല്ല തേൻ വരിക്കാണ് കേട്ടോ. ഈ ചക്ക കഴിക്കുമ്പോഴേ പിന്നെ നീലശത്തെ വേദനയില്ലാത്ത ഗുരുതിയുണ്ട്. ആ ഗുരുതിക്ക് നമ്മൾ പോവാറുണ്ട്. അപ്പൊ രാത്രി പ്രസാദമായിട്ട് മാങ്ങ ഞാനൊരു പ്രാവശ്യം അവിടെ ഇരുന്ന സമയത്തൊക്കെ ഒരു ഓർമ്മ ഉണ്ട്. ചക്ക മാങ്ങ പല പല ഇതിങ്ങനെ മേടിച്ച ഇതിങ്ങനെ വരും. ഇങ്ങനെ ഓരോ ആയിട്ട് എന്റെ ഓർമ്മ വരിക. വളമാങ്ങ മുറിച്ച് വെക്കും. ചക്ക ഇങ്ങനെ പാളയിലൊക്കെ പ്ലേറ്റൊക്കെ കൊണ്ട് പൂജ കഴിഞ്ഞിട്ട് പൂജ കഴിഞ്ഞ ശേഷം രാത്രി 9 മണിക്ക് 10 മണിക്കൊക്കെയാണ് പൂജ കഴിയുക. അമ്മായിയുടെ ഇല്ലത്ത് പൂർണ്ണശ്രീക്ക് വേണോ ചക്ക? നല്ല തേൻ വരിക്കേ. അതെ അതെ നല്ല അവസരം. എന്താ ടേസ്റ്റ് തരാം. നല്ല മധുരമുണ്ട്. നല്ല ചക്ക പണിയെടുക്കാൻ നല്ല താല്പര്യം തോന്നും. പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും.
വന്നപ്പോ ഇന്നലെ അതാ അമ്മേ വെറുതെ ഇരിക്കാൻ വിടില്ല അത്ര. ഭക്ഷണം കഴിക്കണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉള്ള സാധനം ആയതുകൊണ്ട് ആ ആ അതെ 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 രാവിലെ തന്നെ പറഞ്ഞു ചക്ക ഉണ്ട് പറഞ്ഞപ്പോ ഞാൻ നേരേക്ക് തരാം, നമുക്ക് ഉപ്പേരിയോ കൂട്ടാൻ നമ്മൾ എലിശ്ശേരി വെക്കാന്നാ വിചാരിച്ചത്. ശരി വെക്കേണ്ട ഭാഗമല്ലേ ഇത്രയും ഉപ്പേരിയായി മാറി. ഇങ്ങനെ ആയിട്ടുള്ളൂ. ഇതാണ് ടാൻമേരിക്ക. ആ അസല് ചക്കയാണ്, മനസ്സിലായില്ലേ? ആ അതാ വെരി ഗുഡ് ചക്ക. ആ എന്താ സ്വാദ്. ഇത്രയും വേണ കഴിച്ചു കഴിച്ച എന്നുണ്ട്. കഴിച്ചു നോക്കിയാലേ സാധാരണ സമയാവാനാ ബുദ്ധിമുട്ട്. ആ അതെ അതെ കഴിച്ചു നോക്കിയാലേ സാധാരണ സൂപ്പറാണ്. കൂടി വരിക. അപ്പൊ എന്നാ നിങ്ങളെല്ലാരും ചക്കയൊക്കെ കൂട്ടി എത്തവണ എന്നുള്ളതൊക്കെ കമന്റ് ചെയ്യൂ കേട്ടോ. അപ്പൊ എല്ലാവർക്കും ചക്ക കൂട്ടാൻ കൂട്ടി പഴുത്ത ചക്ക കഴിച്ചു, അതെ അതെ. ചക്ക എരിശ്ശേരി വെച്ചു എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ എല്ലാവർക്കും ബൈ കൊടുത്തോളൂ. ബൈ. ആ